തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി അക്ഷീണ പരിശ്രമം നടത്തുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടുകാരിൽ ചിലർ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കുറ്റകരമായ പിഴവുകളാണ് വരുത്തുന്നതെന്ന് നമ്മുടെ തെരുവോരങ്ങൾ പറയും. അത്തരമൊരു കാഴ്ചയിലേക്ക്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതുകൊണ്ടാണ് ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്ന ഈ കവർ ശ്രദ്ധിക്കപ്പെട്ടത്. അകത്ത് ഏതോ ജീവിയുടെ ജഡമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആരോ റോഡരികിൽ ഉപേക്ഷിച്ച് തടി തപ്പിയതാണ്. റോഡരികിൽ ഉപേക്ഷിച്ച ഏതോ ജീവിയുടെ ജഡത്തോടെ തള്ളിയ ഈ സഞ്ചി ഒരു വാർത്തയാണോ, ന്യൂസ് മെറ്റീരിയലാണോ? ചിലർക്കെങ്കിലും അങ്ങനെയൊരു സംശയം തോന്നാം. എന്നാൽ ഇതിലെ വാർത്ത ഇത്രയും വികൃത മനോനിലയുള്ളവർ നമുക്കിടയിലുണ്ട് എന്ന ലജ്ജാകരമായ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. തൻ്റെ വീട്ടിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യത്തിന് മണ്ണിൽ ലയിക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കി ജനസാന്ദ്രതയുള്ള റോഡരികിൽ തള്ളുന്നത് എന്ത് മനോനിലയാണ്? ദുർഗന്ധം വമിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പോലും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നേയില്ല. കുട്ടികൾ മുതൽ പ്രായമായവർ പോലും നടന്നു പോകുന്ന വഴിയോരത്താണ് പുത്തൻ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഈ മാലിന്യ പ്രയോഗം. തൻ്റെ വീടും പറമ്പും ശുചീകരിച്ച് മാലിന്യം റോഡരികിൽ തള്ളുന്ന മനോനില ഇനിയെങ്കിലും മാറിയേ തീരൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ മൂരിക്കോവൽ മുത്തപ്പൻ റോഡിലാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ കവറിൽ ഏതോ ഒരു ജീവിയുടെ ജീർണിച്ച ജഡമാണ്. പയ്യന്നൂരിനെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുവാൻ വേണ്ടി അധികൃതർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണ്, സ്വാപ്പ് ഷോപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട്. പക്ഷേ അധികാരികൾ മാത്രം ഇതിനായി പണിപ്പെട്ടാൽ മതിയോ? ബോധവൽക്കരണം നടത്തിയാൽ മതിയോ? നമ്മൾ കൂടി കുറച്ച് മാറേണ്ടതില്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഈ വഴിയോരങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. മാലിന്യങ്ങൾ, വീട്ടിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും റോഡിൽ കൊണ്ടു തള്ളുന്ന ഒരു സംസ്കാരം കുറെ കാലമായി തന്നെ മലയാളിക്കുണ്ട്. ഇനിയും മാറാൻ ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതും. പക്ഷെ അതിലേറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി പോയി ഈ കവറിൽ കാണുന്നത്. കാരണം ഒന്നുമല്ല, 2 കവറുകളിൽ, പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞാണ് ഈ ജീവിയുടെ ജഡം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും മണ്ണിൽ അലിഞ്ഞു ചേരുവാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത വിധത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇതിന് പരിസരത്തുള്ളവർക്ക് ഇതിന്റെ നാറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല എന്ന് പറയുമ്പോൾ കുറെ നാളത്തേക്ക് നമുക്ക് ഈ ഒരു വേസ്റ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു ചിന്തയും നമ്മുടെ പരിസരം മലിനീകരമാക്കുന്നതിനോ അല്ലെങ്കിൽ റോഡരികുകൾ മലിനീകരിക്കപ്പെടുന്നതിനോ യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് എന്നത് ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ, നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി.